ആരാണ് ഭക്തൻ? 15-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ, അങ്ങയുടെ കൂടാരത്തിൽ ആർ പാർക്കും? അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് ഏഷണി പറയാതെയും കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, മാത്രമല്ല വഷളനെ നിന്ദ്യനായി എണ്ണുന്നവൻ, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നവൻ, സത്യം ചെയ്തിട്ട് നഷ്ടം വന്നാലും വാക്കുമാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാത്തവൻ, ഇവനാണ് ഭക്തൻ. ആരാണ് ഭക്തൻ? ഉറക്കെ കൈകൂട്ടുന്നവനാണോ? ഒരിക്കലുമല്ല. പക്ഷെ ഭക്തൻ കൈകൂട്ടും. ഉറക്കെ പ്രാർത്ഥിക്കുന്നവനാണോ? ഒരിക്കലുമല്ല. പക്ഷെ ഭക്തൻ ഉറക്കെ പ്രാർത്ഥിക്കും. നല്ല പാട്ടുകളെ പാടുന്നവനാണോ ഭക്തൻ? ഒരു നാളുമല്ല. പക്ഷെ ഭക്തൻ പാട്ട് പാടും. പള്ളിയിൽ പോകുന്നവനാണോ ഭക്തൻ? നിർബന്ധമില്ല. പക്ഷെ ഭക്തൻ പള്ളിയിൽ പോകും. നന്നായിട്ട് ചിരിക്കുന്നവനാണോ ഭക്തൻ? ഒരിക്കലുമില്ല. പക്ഷെ ഭക്തൻ ചിരിക്കുകയും ചെയ്യും, കരയുകയും ചെയ്യും. വെള്ളവസ്ത്രം ധരിക്കുന്നവനാണോ ഭക്തൻ? ഒരിക്കലുമില്ല. പക്ഷെ ഭക്തന്മാർ ഭൂരിഭാഗവും മാന്യമായ വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു. പണമില്ലെങ്കിലും അവർ മാന്യമായ വസ്ത്രം ധരിക്കും. എന്ന് മാത്രമല്ല, അവർ വസ്ത്രം ധരിക്കുമെന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ വസ്ത്രം ധരിക്കാത്തൊരു വേഷം വന്നിട്ടുണ്ട്. നമ്മുടെ വിഷയം ആരാണ് ഭക്തൻ? വസ്ത്രം ധരിക്കുന്നവരെല്ലാം ഭക്തനാണോ? അതൊന്നും പറയാൻ ഒക്കുകയില്ല. പക്ഷെ ഭക്തൻ വസ്ത്രം ധരിക്കും. കാരണം മനുഷ്യന്റെ ശരീരം പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഭർത്താവും ഭാര്യയും മാത്രം അറിയുന്നതാണ് ഒരു മനുഷ്യന്റെ ബോഡിയുടെ രഹസ്യങ്ങൾ. അല്ലാത്ത സമൂഹത്തിൽ അവനത് കവർ ചെയ്യണം, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പോൾ ഭക്തനാരാണ്? 1, നിഷ്കളങ്കതയുള്ള ജീവിതം. 2, സത്യം സംസാരിക്കുന്ന ജീവിതം. 3, നുണ പറയാത്ത ജീവിതം. 4, ദോഷം ചെയ്യാത്ത ജീവിതം. 5, കൂട്ടുകാരനെ അപമാനിക്കാത്തവൻ. എല്ലാം ഞാൻ വിവരിക്കാൻ വേണമെങ്കിൽ. ഒരു കൂട്ടുകാരനെ വാട്സപ്പിലൂടെ അപമാനിക്കുക, ഫേസ്ബുക്കിലൂടെ അപമാനിക്കുക, യൂട്യൂബിലൂടെ അപമാനിക്കുക. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു രസമല്ലേ, ഒരു തമാശ, സന്തോഷം. മറ്റുള്ളവരെ അപമാനിച്ചിട്ട് അതിൽ സന്തോഷിക്കുന്ന ഒരു തലമുറ. സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഗുണം എന്നാന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ സൗകര്യമാണ്. ഒരു നല്ല പാട്ട് ഇങ്ങോട്ട് കേട്ട് വരുമ്പോൾ അതിൻ്റെ അടിയിലെ കമൻ്റാണ്, ഇവനെയൊക്കെ ആരാ പാടാൻ വിളിച്ചത്? അപ്പൊ ഇവരുടെ മനസ്സിലിരിക്കുന്ന തിന്മ വാരി പുറത്തേക്ക് ഇടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. ഒരു നല്ല പ്രസംഗത്തിന്റെ അടിയിൽ വളരെ മോശം ഒരു ലേഡി ഡോക്ടർ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അടി കമന്റ്, ഡോക്ടർ നല്ല സുന്ദരിയാണല്ലോ, കണ്ടോ അവന്റെ കണ്ണെവിടിയാ? പിന്നെ പറയുന്നൊന്നും പറയാൻ കൊള്ളൂല. മറ്റുള്ളവർക്ക് അപമാനം വരുത്താത്തവൻ, നാവുകൊണ്ട് പരദൂഷണം പറയാത്തവൻ, അയൽവാസിയെ ദ്രോഹിക്കാത്തവൻ, കൂട്ടുകാർക്ക് അപമാനം വരുത്താത്തവൻ. നിങ്ങൾ വന്നന്വേഷിക്കൂ ഞങ്ങളുടെ അയൽക്കാരോട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയാൽ ഞങ്ങളുടെ വീട് നോക്കുന്നത് ഗൂർഖയല്ല, അയൽക്കാരാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവർ ശ്രദ്ധിക്കും. ഞങ്ങളുടെ ഗേറ്റിൽ ഒരാൾ വന്നാൽ അവർ നോക്കും. ഞങ്ങളുടെ അയൽക്കാർ നല്ലവരാണ്, ഞങ്ങൾ അവരോടും. എൻ്റെ ഒരു അയൽക്കാരൻ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അദ്ദേഹം അമൃത ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒറ്റ മനുഷ്യയും കാണാൻ അനുവദിക്കുന്നില്ല.
അദ്ദേഹം നേഴ്സിനോട് പറഞ്ഞു, ആരെ അനുവദിച്ചില്ലെങ്കിലും എൻ്റെ അയൽവക്കത്തൊരു പാസ്റ്ററുണ്ട്, പുള്ളി വന്നാൽ അനുവദിക്കണം. ആ നല്ല മനുഷ്യന്റെ പേര് വിശ്വനാഥൻ. പക്ഷേ ഞാൻ റോഡ് അപകടത്തിൽ ആശുപത്രിയിലായിരുന്നുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പോയി കാണാൻ പറ്റിയില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. എനിക്ക് എന്നും ദുഃഖമാണ് അത് ഓർക്കുമ്പോൾ. ഒരു നല്ല അയൽക്കാരനായിരുന്നു. എൻ്റെ വീടിന്റെ കോമ്പൗണ്ടിൽ ഒരാളെ കയറാൻ അനുവദിക്കത്തില്ല. അയൽക്കാർക്ക് ദോഷം ചെയ്യാത്തവൻ. ഞാൻ ആ റോഡെ പോകുമ്പോഴെല്ലാം ഓർക്കും, ആ മനുഷ്യനുണ്ടായിരുന്നെങ്കിലും. നല്ല അയൽക്കാരുണ്ടാകുന്നത് എങ്ങനെയാ? നമ്മൾ അവരോട് അങ്ങനെ പെരുമാറുമ്പോഴാ. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ഭക്തന്മാർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കട്ടെ. ആരാണ് ഭക്തൻ? ഇതാണ് ഭക്തൻ. അടുത്ത് നമ്മൾ വായിക്കുന്നത്, കൈക്കൂലി വാങ്ങാത്തവൻ, പണം പലിശയ്ക്ക് കൊടുക്കാത്തവൻ. ആരെങ്കിലുമൊക്കെ പലിശക്കാരെന്നെ കേൾക്കുന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കരുത്. ഞാനൊരു വചനം പറയുക. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ. ബാങ്ക് ഇൻട്രസ്റ്റ് നമുക്ക് അനുവദനീയമാണ്, ഗവൺമെന്റ് അനുവദിച്ചതാണ്. എന്നാൽ കൊള്ളപ്പലിശ ആരായാലും വിശ്വാസി ചെയ്താലും അവൻ അനുഭവിക്കുകയില്ല. അവൻ അതിൻ്റെ നന്മ കിട്ടത്തില്ല. അവൻ്റെ തലമുറയ്ക്ക് ദോഷം വരുമെന്ന് ഞാൻ എഴുതിത്തരാം. ഞാൻ അതിക്കുള്ളിൽ പറഞ്ഞാൽ ചിലരെ ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് ഓർക്കൊണ്ട് പറയുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, വചനം കേട്ടവരെ അനുഗ്രഹിക്കണമേ. ആർക്കും തിന്മ വരരുതേ. അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.